അസ്സലാമു അലൈക്കും. 4-ാം ക്ലാസ്സിലെ താരീഖ് 1 മുതൽ 5 വരെയുള്ള പാഠങ്ങൾ, അതായത് പാദവാർഷിക പരീക്ഷയ്ക്കുള്ള പാഠങ്ങളുടെ മാതൃകാ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചോദ്യം പറയുക, ഉത്തരം വായിക്കുക എന്നതിലപ്പുറം ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും വിശദമായ വിശദീകരണത്തോടുകൂടിയാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് നേരെ ഓരോ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും പരിശോധിക്കാം. യോജിപ്പിക്കുക, അതുപോലെ ഈ ചോദ്യങ്ങൾ പൂർത്തിയാക്കുക എന്ന രീതിയിലും വരാം. ഖദീജ ബിൻത് ഖുവൈലിദ് 3 വർഷം, അബൂബക്കർ ബിൻ അബി ഖുഹാഫ, അലി ബിൻ അബി ത്വാലിബ്, സെയ്ദ് ബിൻ ഹാരിസ, ദാറുൽ അർഖം. ഇവയാണ് യോജിച്ച സ്ഥലത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്. ഒന്നാമത്തെ ചോദ്യം, നബി തങ്ങളുടെ രഹസ്യ പ്രബോധനം. 3 വർഷം നബി തങ്ങൾക്ക് നുബുവത്ത് കിട്ടി. 3 വർഷകാലം രഹസ്യമായിട്ടായിരുന്നു പ്രബോധനം ചെയ്തിരുന്നത്. ആ സമയത്ത് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഇസ്ലാം സ്വീകരിച്ചത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ പുരുഷന്മാരിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ ബിൻ അബി ഖുഹാഫ എന്നവരാണ് റളിയല്ലാഹു അൻഹു. സ്ത്രീകളിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് നബി തങ്ങളുടെ ഭാര്യ ഖദീജ ബിൻത് ഖുവൈലിദ്. കുട്ടികളിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. രഹസ്യ പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത് എവിടെ വെച്ചായിരുന്നു? ദാറുൽ അർഖമിൽ വെച്ചായിരുന്നു. അടിമത്തത്തിൽ നിന്ന് മോചിതരായവരിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു. അതായത് നമ്മുടെ താരീഖിലെ 1-ാം പാഠത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നബി തങ്ങൾക്ക് നുബുവത്ത് കിട്ടി, 3 വർഷകാലം രഹസ്യ പ്രബോധനം നടത്തി. വളരെ കുറഞ്ഞ ആളുകളാണ് ഇസ്ലാം മതം അപ്പോൾ സ്വീകരിച്ചത്. അവരിൽ ആദ്യം പുരുഷന്മാരിൽ നിന്ന് ആദ്യം സ്വീകരിച്ചവർ, സ്ത്രീകളിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത്, കുട്ടികളിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത്, അടിമത്തത്തിൽ നിന്ന് മോചിതരായവരിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത്. ഇവരുടെ പേരുകൾ പഠിച്ചു. എന്നിട്ട് രഹസ്യ പ്രബോധനം നടന്നിരുന്നത് ദാറുൽ അർഖമിൽ വെച്ചായിരുന്നു, അർഖമിന്റെ വീട്ടിൽ വെച്ചായിരുന്നു. ഈ കാര്യങ്ങളാണ് 1-ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചത്. യോജിപ്പിക്കുക 2-ാമത്തെ പാഠത്തിൽ നിന്നാണ്. തബ്ബല്ലക ലിഹാദാ ജമഅതന, നിനക്ക് നാശം, ഇതിനാണോ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്? സൂറത്തുൽ മസദ്, അബൂ ലഹബ് ഗോത്രം, 3 വർഷം, അൽ അഖ്റബീൻ, ഇവയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അബൂ ലഹബ് പറഞ്ഞു, തബ്ബല്ലക ലിഹാദാ ജമഅതന, നിനക്ക് നാശം, ഇതിനാണോ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്? രഹസ്യ പ്രബോധനം 3 വർഷമായിരുന്നു. പിതൃവൻ അബൂ ലഹബ്. ഖുറൈഷ് എന്നുള്ളത് ഗോത്രമാണ്. വഅൻദിർ അശീറതകൽ അഖ്റബീൻ. തബ്ബത് സൂറത്തുൽ മസദാണ്. 2-ാമത്തെ പാഠത്തിൽ പറയുന്നത് നബി തങ്ങൾ ആദ്യം രഹസ്യമായിട്ടായിരുന്നു പ്രബോധനം ചെയ്തത്. 3 വർഷകാലം രഹസ്യമായിട്ടായിരുന്നു പ്രബോധനം ചെയ്തത്. പിന്നീട് വഅൻദിർ അശീറതകൽ അഖ്റബീൻ എന്ന ആയത്തിറങ്ങിയപ്പോൾ നബി തങ്ങൾ സഫാ കുന്നിന്റെ മുകളിൽ കയറിയിട്ട് ഖുറൈശികളെ വിളിച്ചു. അവരെല്ലാവരും ഒരുമിച്ച് കൂടി. എന്നിട്ട് അവരോട് ചോദിച്ചു, ഈ സഫാ കുന്നിന്റെ താഴ്വരയിലൂടെ കുതിരപ്പടയാളികളായി അക്രമസംഘം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു. ഖുറൈശികൾ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കും, കാരണം അങ്ങയിൽ നിന്ന് ഇതുവരെ ഒരു കളവും ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് സൂക്ഷിക്കുക. ആ സമയത്ത് അബൂ ലഹബ് പറഞ്ഞു, തബ്ബല്ലക ലിഹാദാ ജമഅതന, നിനക്ക് നാശം, ഇതിനാണോ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത്? ആ സമയത്താണ് തബ്ബത് യദാ അബീ ലഹബിൻ വതബ് എന്ന സൂറത്ത് ഇറങ്ങുന്നത്. ഇനി 3-ാം പാഠത്തിലേത് നോക്കാം. ആഫ്രിക്കൻ വൻകരയിൽ നജാഷി 10 പുരുഷന്മാരും 4 സ്ത്രീകളും 83 പുരുഷന്മാരും 18 സ്ത്രീകളും, നുബുവത്തിന്റെ 5-ാം വർഷം, റജബ് മാസം, നജാഷി. ഇവയാണ് യോജിപ്പിക്കാനുള്ളത്. നോക്കാം. എത്യോപ്യ ആഫ്രിക്കൻ വൻകരയിലാണ്. അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന രാജാവാരാണ്? നജാഷി രാജാവാണ്. അദ്ദേഹം എത്യോപ്യയിലെ രാജാവാണ്. ആദ്യം ഹിജ്റ പോയത് 10 പുരുഷന്മാരും 4 സ്ത്രീകളുമാണ്. രണ്ടാമത് ഹിജ്റ പോയത് 83 പുരുഷന്മാരും 18 സ്ത്രീകളുമാണ്.
ആദ്യ ഹിജ്റ പോയ വർഷവും മാസവും. ഏതാണ് വർഷം? നുബുവത്തിന്റെ 5-ാം വർഷം റജബ് മാസം. മൂന്നാമത്തെ പാഠത്തിൽ പറയുന്നത് മക്കയിൽ സ്വഹാബികൾക്ക് ശത്രുക്കളുടെ അക്രമം വല്ലാതായപ്പോ അവർക്കാണെങ്കിൽ ആൾബലമല്ല, ശക്തിയില്ല, തിരിച്ചടിക്കാൻ അള്ളാഹുവിന്റെ സമ്മതവുമില്ല. അങ്ങനെയായപ്പോൾ നബി തങ്ങൾ അവരോട് ഹിജ്റ പോകാൻ ആവശ്യപ്പെട്ടു. എവിടേക്കാണ് ഹിജ്റ പോകാൻ പറഞ്ഞത്? ആഫ്രിക്കൻ വൻകരയിലുള്ള എത്യോപ്യയിലേക്കാണ്. അവിടെ ഒരു രാജാവുണ്ട്. ആ രാജാവിന്റെ പേര് നജാഷിയാണ്. അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന രാജാവാണ് നജാഷി. അങ്ങനെ നുബുവത്തിന്റെ 5-ാം വർഷം റജബ് മാസത്തിൽ 10 പുരുഷന്മാരും 4 സ്ത്രീകളും എത്യോപ്യയിലേക്ക് പോയി. അവരവിടെ 3 മാസം താമസിച്ചു. 3 മാസത്തിന് ശേഷം മക്കയിലുള്ള ആളുകളൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നൊരു വാർത്ത അവർ കേട്ടു. അവർ മക്കയിലേക്ക് തന്നെ തിരിച്ചെത്തി. പക്ഷെ ആ വാർത്ത കള്ളവാർത്തയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വീണ്ടും എത്യോപ്യയിലേക്ക് തന്നെ ഹിജ്റ പോകേണ്ടി വന്നു. രണ്ടാമത് ഹിജ്റ പോയത് 83 പുരുഷന്മാരും 18 സ്ത്രീകളുമായിരുന്നു. 4-5 പാഠങ്ങളിലുള്ള ചോദ്യങ്ങളാണ് ഇവിടെയുള്ളത്. നജാഷി ബ്രാക്കറ്റിൽ നേഗസ്, ഹിജ്റ 9, റംല, അബു തോലിബ്, നുബുവത്തിന്റെ 10-ാം വർഷം. നോക്കാം. അസ്ഹിമത്ത്. എന്താണ് അസ്ഹിമത്ത്? നജാഷി രാജാവിന്റെ പേരാണ് അസ്ഹിമത്ത്. എത്യോപ്യയിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് നജാഷി അല്ലെങ്കിൽ നേഗസ് എന്ന പേരിലായിരുന്നു. നജാഷി രാജാവ് വഫാത്തായത് ഹിജ്റ 9-ലാണ്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ പേര് റംല എന്നാണ്. നബി തങ്ങളുടെ രക്ഷകർത്താവ് ആരാണ്? അബൂ ത്വാലിബാണ്. അബൂ ത്വാലിബിന്റെയും ഖദീജ ബീവിയുടെയും വഫാത്ത് നുബുവത്തിന്റെ 10-ാം വർഷത്തിലായിരുന്നു. 4-ാമത്തെ പാഠത്തിൽ പറയുന്നത് എത്യോപ്യയിലെ രാജാവാണ് അസ്ഹിമത്ത്. എത്യോപ്യയിലെ രാജാക്കന്മാർ നജാഷി, നേഗസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം ഒരു അനറബി രാജാവാണ്, അതായത് അറബി ആയിരുന്നില്ല. ആദ്യകാലത്ത് തന്നെ അദ്ദേഹം മുസ്ലിം ആയിട്ടുണ്ട്. മാത്രമല്ല എത്യോപ്യയിൽ എത്തിയ മുസ്ലിമീങ്ങളെ അദ്ദേഹം സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നബിതങ്ങളെ കണ്ടിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹം സ്വഹാബിയല്ല. അദ്ദേഹം ഹിജ്റ 9-ൽ വഫാത്തായി. ഈ വിവരമറിഞ്ഞ നബിതങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട്. പൂർത്തിയാക്കാം. ബാക്കി ചേർത്ത് കൊടുക്കാനാണ്. ഇത് ഫുള്ളല്ല, ഈ സെന്റൻസ് ഫുള്ളല്ല, ബാക്കി നമ്മൾ ചേർത്ത് കൊടുക്കണം. രഹസ്യ പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത് ദാറുൽ അർഖമിൽ വെച്ചായിരുന്നു. അടുത്തത്, ഇത് കേട്ട നബിയുടെ പിതൃവ്യൻ കൂടിയായ അബൂലഹബ് പറഞ്ഞു. എന്താ അബൂലഹബ് നബി തങ്ങളോട് പറഞ്ഞത്? തബ്ബലക അലിഹാദ ജമഅതന, നിനക്ക് നാശം, ഇതിനു വേണ്ടിയാണോ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടിയത്? ചിലപ്പോ ഇതിന്റെ അർത്ഥം ചോദിക്കുണ്ടോ. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മു ഹബീബ എന്ന റംലയെ റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്തപ്പോൾ നബി തങ്ങൾക്ക് വേണ്ടി മഹർ നൽകിയത് നജാഷി ആയിരുന്നു. ആര് പറഞ്ഞു? പറഞ്ഞ ആളെ പേരെഴുതാനാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ താരീഖിൽ ഇങ്ങനെ ഒരു ചോദ്യം വന്നിരുന്നു. ഒരു സെന്റൻസ് തന്നിട്ട് ആരാണിത് പറഞ്ഞത്, പറഞ്ഞ ആളെ പേരെഴുതാന്. നോക്കാം. ഈ പർവ്വതത്തിന്റെ താഴ്വരയിലൂടെ നിങ്ങളെ ആക്രമിക്കാനായി ഒരു കുതിര പടയാളി സംഘം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? ഇതാരാണ് പറഞ്ഞത്? നബി തങ്ങളാണ്. നബി തങ്ങൾ ഖുറൈശികളോട് ചോദിച്ച ഒരു ചോദ്യമാണിത്. അടുത്തത്, ഞങ്ങളത് വിശ്വസിക്കും, കാരണം ഞങ്ങൾ നിന്നിൽ നിന്ന് ഒരു കളവും അനുഭവിച്ചിട്ടില്ല. ഇതോ ഖുറൈശികൾ. അപ്പോ നബി തങ്ങൾക്ക് ഖുറൈശികൾ കൊടുത്ത മറുപടിയാണിത്. അടുത്തത്, ഖുറൈശ് സമൂഹമേ, നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തെ തൊട്ട് നിങ്ങൾ രക്ഷിക്കുക. ഇതാരാ പറഞ്ഞത്? നബി തങ്ങളാണ് പറഞ്ഞത്. അടുത്തത്, തബ്ബലക ലിഹാദാ ജമഅതന, ഇതിനാണോ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്? ഇതാരാ പറഞ്ഞത്? അബൂലഹബാണ് അങ്ങനെ പറഞ്ഞത്. അടുത്ത ചോദ്യം,
അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവ് ഉണ്ട് അവിടെ. ഇതാരാ പറഞ്ഞത്? നബി തങ്ങളാണ് ഇത് പറഞ്ഞത്. വ്യക്തമാക്കാം. ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരെല്ലാം? ഒന്നാമത്തെ പാഠത്തിൽ 4 ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഇസ്ലാം സ്വീകരിച്ച 4 ആള്, ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച 4 ആളുകൾ ആരൊക്കെയാണ്? അബൂബക്കർ ഇബ്നു അബി ഖുഹാഫ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ, സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. ഇവരാണ് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത്. അടുത്ത ചോദ്യം, വ്യക്തമാക്കാം പിതാക്കളുടെ പേരുകൾ. ഇവരുടെ ഉപ്പമാരുടെ പേര് എഴുതാനാണ്. ഖദീജ ബീവിയുടെ ഉപ്പാന്റെ പേര് ഖുവൈലിദ് എന്നാണ്. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഉപ്പാന്റെ പേര് അബി ഖുഹാഫ എന്നാണ്. സെയ്ദ് റളിയല്ലാഹുവിന്റെ ഉപ്പാന്റെ പേര് ഹാരിസ എന്നാണ്. അലി റളിയല്ലാഹുവിന്റെ ഉപ്പാന്റെ പേര് അബി ത്വാലിബ് എന്നാണ്. ഉത്തരം എഴുതാം. ഇസ്ലാമിലേക്ക് ആദ്യമായി നബിതങ്ങൾ ജനങ്ങളെ ക്ഷണിച്ചത് എങ്ങനെ? രഹസ്യമായിട്ട്. നബിതങ്ങൾക്ക് നുബൂവത്ത് കിട്ടി. 3 വർഷം രഹസ്യമായിട്ടായിരുന്നു ജനങ്ങളെ ഇസ്ലാമിലേക്ക് നബിതങ്ങൾ ക്ഷണിച്ചത്. അടുത്ത ചോദ്യം, രഹസ്യക്ഷണം കാരണമായി എന്ത് സംഭവിച്ചു? രഹസ്യക്ഷണം കാരണമായി പലരും ഇസ്ലാമിലേക്ക് വന്നു. അടുത്ത ചോദ്യം, രഹസ്യ പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത് എവിടെ വെച്ചായിരുന്നു? ദാറുൽ അർഖമിൽ വെച്ച്, അർഖമിന്റെ വീട്ടിൽ വെച്ചായിരുന്നു. അടുത്തത്, കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആര്? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. പുരുഷന്മാരിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആര്? അബൂബക്കർ ഇബ്നു അബി ഖുഹാഫ റളിയല്ലാഹു അൻഹു. അടിമത്തത്തിൽ നിന്ന് മോചിതരായവരിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആര്? സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. സ്ത്രീകളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആര്? ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ. അടുത്തത്, ഖുറൈശ് ഗോത്രക്കാരെ സഫാ പർവ്വതത്തിൽ നിന്ന് വിളിച്ചത് ആര്? നബിതങ്ങളാണ് വിളിച്ചത്. അവരോട് നബിതങ്ങൾ ചോദിച്ചത് എന്ത്? എന്നിട്ട് എന്താ നബിതങ്ങൾ അവരോട് ചോദിച്ചത്? ഈ പർവ്വതത്തിന്റെ താഴ്വരയിലൂടെ നിങ്ങൾ ആക്രമിക്കാനായി ഒരു കുതിര പടയാളി സംഘം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ? അവർ മറുപടി പറഞ്ഞു, എന്ത്? അപ്പോൾ ഖുറൈശികൾ എന്താ നബിതങ്ങളോട് പറഞ്ഞത്? ഞങ്ങളത് വിശ്വസിക്കും, കാരണം ഞങ്ങൾ നിന്നിൽ നിന്ന് ഒരു കളവും അനുഭവിച്ചിട്ടില്ല. നബിതങ്ങൾ ഖുറൈശ് ഗോത്രക്കാരെ വിളിച്ചു. എന്നിട്ട് ആരെല്ലാം വന്നു? അവർ എല്ലാവരും വിളികേട്ട് വന്നു. അതായത് ഖുറൈശികൾ എല്ലാവരും വിളികേട്ട് വന്നു. അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ആ രാജാവിന്റെ പേരെന്താണ്? നജാഷി എന്നാണ്. എത്യോപ്യയിലേക്ക് ആദ്യം പോയത് എത്ര പേർ? 10 പുരുഷന്മാരും 4 സ്ത്രീകളുമാണ് ആദ്യം പോയത്. എത്യോപ്യയിലേക്ക് രണ്ടാം യാത്രയിൽ പോയത് എത്ര പേർ? 83 പുരുഷന്മാരും 18 സ്ത്രീകളും ആണ് രണ്ടാമതായി എത്യോപ്യയിലേക്ക് പോയത്. നജാഷി രാജാവിന്റെ പേരെന്ത്? എന്താണ് നജാഷി രാജാവിന്റെ പേര്? അസ്ഹിമത്ത് എന്നാണ്. എത്യോപ്യൻ രാജാക്കന്മാർക്ക് പറയപ്പെടുന്ന പേരെന്ത്? നജാഷി അഥവാ നേഗസ് എന്നായിരുന്നു എത്യോപ്യൻ രാജാക്കന്മാരെ പറയപ്പെട്ടിരുന്നത്. ഉമ്മു ഹബീബ റളിയല്ലാഹുയുടെ വിവാഹത്തിന് മഹർ നൽകിയത് ആരാണ്? നജാഷി രാജാവാണ് നബിതങ്ങൾക്ക് മഹർ നൽകിയത്. നജാഷിയുടെ മരണവാർത്തയറിഞ്ഞ നബിതങ്ങൾ എന്ത് ചെയ്തു? നജാഷിയുടെ മേൽ മയ്യിത്ത് നിസ്കരിച്ചു. കാരണം വിവരിക്കാം. എന്തുകൊണ്ടാണ് എഴുതാനാണ്. വിശ്വാസികൾ എത്യോപ്യയിലേക്ക് പലായനം ചെയ്തു. എന്തുകൊണ്ടാണ് അവർ എത്യോപ്യയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നത്? മക്കയിലുള്ള ഖുറൈശികൾ അവർ വിശ്വാസികളെ ആക്രമിച്ചു. പക്ഷെ അവർക്ക് എന്തില്ല? ആവശ്യത്തിന് ആൾബലമില്ല, ആളുകളുടെ എണ്ണം കുറവാണ്, വേണ്ടത്ര ശക്തിയുമില്ല.
തിരിച്ചടിക്കാൻ അള്ളാഹുവിന്റെ അനുവാദവുമില്ല. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് അവർക്ക് എത്യോപ്യയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നത്. അടുത്ത ചോദ്യം, ആദ്യം പോയവരെല്ലാം 3 മാസങ്ങൾക്ക് ശേഷം മക്കയിലേക്ക് തന്നെ മടങ്ങി. എന്തുകൊണ്ടാണ് അവർ മക്കയിലേക്ക് മടങ്ങിയത്? മക്കയിലുള്ള എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു എന്ന വാർത്ത ഇതിനിടെ പരന്നു. അതിനെ തുടർന്ന് അവർ സ്വദേശത്തേക്ക് തിരിച്ചെത്തി. എന്നാൽ ആ വാർത്ത ശരിയായിരുന്നില്ല. അടുത്തത്, നുബുവത്തിന്റെ 10ാം വർഷത്തിന് ആമുൽ ഹുസ്ൻ എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് നുബുവത്തിന്റെ 10ാം വർഷത്തിന് ആമുൽ ഹുസ്നി എന്ന് പറയുന്നത്? നോക്കാം. അബൂ ത്വാലിബിന് രോഗം ബാധിച്ചു, അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ 3ാം നാൾ ഖദീജ ബീവിയും റളിയല്ലാഹു അൻഹ വഫാത്തായി. പിതൃവിന്റെയും പത്നിയുടെയും ദേഹവിയോഗം നബി തങ്ങളെ ഏറെ വേദനിപ്പിച്ചു. അതിനാൽ ഈ വർഷത്തെ ആമുൽ ഹുസ്ൻ അതിന്റെ അർത്ഥമാണ് ദുഃഖവർഷം എന്നാണ് നബി തങ്ങൾ വിശേഷിപ്പിച്ചത്.